ഇറാനും ഇസ്രായേലും US ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇപ്പോൾ ആരാ? ഇന്ത്യക്കാരാണ്. കാരണം ഗ്യാസ് കുറ്റി കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ഇതെല്ലാവരും എഫക്ട് ചെയ്യും. ഈ അറ്റത്തിരുന്നുകൊണ്ട് യുദ്ധം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. എത്രയോ പേരുകൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളെയും എഫക്ട് ചെയ്യും. കറന്റ്ലി നമ്മുടെ ലോകത്ത് പല യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തന്നെ എനിക്ക് പേടിയുണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്താൽ സേഫ് ആണോ എന്നുള്ളത്. ഇപ്പൊ ഒരാൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എവിടെ തുടങ്ങുന്നതായിരിക്കും നല്ലത്? എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് അലോക്കേഷൻ age-100 അതാണ് മന്ത്ര. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പൈസ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാർക്കറ്റ് താഴെ പോകുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ യുദ്ധം വരുമ്പോൾ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിസ്കൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ കേൾക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം വെച്ചാൽ ഈ അറ്റത്തിരുന്നുകൊണ്ട് യുദ്ധം നടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. എത്രയോ പേരുകൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ അറ്റത്തിരുന്ന് കേരളത്തിന്റെ അറ്റത്തിരുന്ന് വാചു അടിക്കുക. പക്ഷേ യുദ്ധം ഒന്നും ഒരിക്കലും പാടില്ല. ഇറാനും ഇസ്രായേലും US ആയിട്ടാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇപ്പോൾ ആരാ? ഇന്ത്യക്കാരാണ്. കാരണം ഗ്യാസ് കുറ്റി കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ഇതെല്ലാവരും എഫക്ട് ചെയ്യും. നമുക്ക് പല കടകൾ പോലും അടച്ചിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് എക്കണോമിക്. ഓരോ ദിവസത്തിൽ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഒരു കടയില്ലാത്ത അവസ്ഥയാണ് കറന്റ്. ഇല്ല, അതൊക്കെ മാറും. കാരണം ഇത് 2-3 മാസം കൊണ്ട് അതെല്ലാം മാറും. കാരണം നമ്മുടെ റിസർവ് ഉണ്ട്. ഈ പറഞ്ഞ ക്രൂഡ് ഓയിലും എല്ലാം നമ്മുടെ റിസർവ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് പിടിച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. അത് പബ്ലിക് ഡൊമൈനിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. അതൊരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി.